നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്ത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. വെള്ളിയാഴ്ച വരെ മഴ തുടരും. മഴക്കെടുതിയിൽ മരണം 15ആയി. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെ 12 ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ട്. പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു. പത്തനംതിട്ടയിൽ പെയ്തത് 5 ഇരട്ടി അധിക മഴ. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. 7 ജില്ലകളിൽ നാളെ അവധി. ഈ ആഴ്ചയിലെ PSC പരീക്ഷകൾ മാറ്റി. മഴക്കെടുതി നേരിടുന്നതിൽ വീഴ്ച പറ്റിയെന്ന ആരോപണം തള്ളി മുഖ്യമന്ത്രി VD സതീശൻ. വിവാദ ഹെലികോപ്റ്റർ യാത്രയിലും വിരുന്ന് സൽക്കാരത്തിലും വിശദീകരണം. സ്വകാര്യ ആവശ്യത്തിനല്ല ഹെലികോപ്റ്റർ യാത്ര നടത്തിയതെന്നും നിക്ഷേപകരെ കാണാനാണ് പോയതെന്നും വിശദീകരണം. ഖജനാവിന് ഒരു ബാധ്യതയും വരുത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി. കഴിഞ്ഞ പ്രളയകാലത്ത് മുൻ മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നു എന്നും പരിഹാസം. S. ശ്രീജിത്തിന് DGP-ആയി സ്ഥാനക്കയറ്റം നൽകിയതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ആരോപണം നേരിടുന്ന ആൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ തിടുക്കമെന്തെന്ന് കോടതി. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളപ്പോൾ സ്ഥാനക്കയറ്റം ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നും വിജിലൻസ് ക്ലിയറൻസ് വേണമെന്നും കോടതി. ഹൈക്കോടതി വിമർശനത്തിനു പിന്നാലെ കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിലെ 1-ാം പ്രതി KA രതീഷ് പദവികൾ ഒഴിഞ്ഞു. നടപടി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകർക്ക് ജാമ്യം. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് കർശന വ്യവസ്ഥകളോടെ. പ്രതികളുടേത് ഗൗരവമുള്ള കുറ്റമെന്നും വധശ്രമ കുറ്റം നിലനിൽക്കില്ലെന്നും കോടതി. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. CJP സമരത്തിലെ പോലീസ് നടപടിയും അയോധ്യ സംഭാവന ക്രമക്കേടും ഉന്നയിച്ച് പ്രതിപക്ഷം. പാർലമെന്റ് തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷ നിലപാടിനെ വിമർശിച്ച് സ്പീക്കർ ഓം ബിർള. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട സമരത്തിൽ രജിസ്റ്റർ ചെയ്ത FIR-കൾ നിയമപരമായി പിൻവലിക്കാൻ ഡൽഹി സർക്കാരിനും മറ്റ് സർക്കാരുകൾക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീം കോടതി. ആദ്യം മഴയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. വെള്ളിയാഴ്ച വരെ മഴ തുടരും. മഴക്കെടുതിയിൽ 15 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെ 12 ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ടാണ്. മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ സമ്പൂർണ്ണ അവധിയാണ്. തൃശൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ആഴ്ചത്തെ PSC പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കനത്ത മഴയിൽ 15 പേർ മരിച്ചുവെന്നും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി. മരിച്ചവരുടെ സംസ്കാരത്തിനായി 10,000 രൂപ അടിയന്തര ധനസഹായം നൽകും. ക്യാമ്പുകളിൽ കഴിയുന്നവർ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ 10,000 രൂപ വീതം നൽകും. വീടുകൾ നഷ്ടമായവർക്ക് 8 ലക്ഷം രൂപയും നൽകും. സ്ഥലം വാങ്ങി വീട് വെക്കാനുള്ള ധനസഹായം നിലവിലെ 6 ലക്ഷത്തിൽ നിന്നും 12 ലക്ഷമാക്കി ഉയർത്തിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. നമ്മൾ ഈ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തിരമായി 10,000 രൂപ വെച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് ഒരു കാർഡിൽ നിന്ന് 2 പേർക്ക് 300 രൂപ വീതം. അപ്പോൾ അത് ഇത് നിൽക്കുന്നത് വരെ അവർക്കൊരു ധനസഹായമായി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഗതിയിൽ കിട്ടുന്നത് മരിച്ചവർക്ക് കിട്ടുന്നത് SDRF-ൽ നിന്ന് 4 ലക്ഷം രൂപ, CMDRF-ൽ നിന്ന് 2 ലക്ഷം രൂപ, പിന്നെ PMNRF-ൽ നിന്ന് 2 ലക്ഷം രൂപ. അങ്ങനെ 8 ലക്ഷം രൂപയാണ് മരിച്ചവർക്കുള്ള ധനസഹായം. പിന്നീട് നമുക്ക് നേരത്തെ നമ്മൾ ഈ വലിയ ലാൻഡ് സ്ലൈഡൊക്കെ വന്ന് വീട് കംപ്ലീറ്റ് ഒഴുകിപ്പോയി. വീടില്ല, ആ സ്ഥലത്ത് വീടും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നേരത്തെ കൊടുത്തിരുന്നത് 6 ലക്ഷം രൂപ സ്ഥലം മേടിക്കാനും 4 ലക്ഷം രൂപ വീട് പണിയാനുമാണ്. 10 ലക്ഷം രൂപ, അത് 12 ലക്ഷമാക്കി. പത്തനംതിട്ട റാന്നിയിൽ വെള്ളമിറങ്ങിയതോടെ ജനങ്ങളുടെ ഭീതി അകന്നെങ്കിലും പ്രളയാവശിഷ്ടങ്ങൾ സൃഷ്ടിച്ച വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് നാട്. കച്ചവട സ്ഥാപനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും മുൻപിൽ ടൺ കണക്കിന് പ്ലാസ്റ്റിക്കും ചപ്പുചവറുകളുമാണ് അടിഞ്ഞുകൂടിയത്. റാന്നിയെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശുചീകരണ യജ്ഞത്തിലാണ് ജനപ്രതിനിധികളും വ്യാപാരികളും സന്നദ്ധ പ്രവർത്തകരും. വെള്ളപ്പൊക്കം സൃഷ്ടിച്ച ഭീതിജനകമായ അന്തരീക്ഷം ഒഴിഞ്ഞെങ്കിലും റാന്നി ടൗണും സമീപ പ്രദേശങ്ങളും മാലിന്യക്കയമായി മാറിയിരിക്കുകയാണ്. ഇട്ടിയപ്പാറ ടൗൺ, ബസ് സ്റ്റാൻഡ്, മാമൂട്, റാന്നി, പേട്ട തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം
ടൺ കണക്കിന് പ്ലാസ്റ്റിക്കും മറ്റ് ചപ്പുചവറുകളുമാണ് അടിഞ്ഞുകൂടിയത്. കടകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഉപയോഗശൂന്യമായ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതും ശ്രമകരമായ ദൗത്യമാണ്. ധാരാളം മാലിന്യങ്ങൾ ഈ കടകൾക്കെല്ലാം വന്നിരിക്കുന്ന നാശനഷ്ടങ്ങൾ, അവർക്ക് വെള്ളം കയറിപ്പോയ സാധനങ്ങൾ, ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് ജനപ്രതിനിധികളും ഹരിതകർമ്മസേന അംഗങ്ങളും ജീവനക്കാരോട് ചേർന്ന് ഇന്നലെ മുതൽ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചതാണ്. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് വെള്ളം കയറി, ഇന്നലെ രാവിലെ മുതലേ ബസ് സ്റ്റാൻഡും പരിസരവും എല്ലാം ക്ലിയർ ചെയ്തു. കടകളിൽ പിന്നെ ഈ വെള്ളം കയറി നശിച്ച സാധനങ്ങളെല്ലാം ശേഖരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ പ്രവൃത്തി ഏതാണ്ട് രാത്രി 9 മണിയോളം നമുക്ക് നീണ്ടു. ദുരന്തമുഖത്ത് പ്രതിസന്ധികൾക്കിടയിലും പ്രത്യാശയാകുന്നത് നാടൊന്നാകെ കൈകോർക്കുന്ന കാഴ്ചയാണ്. പഞ്ചായത്ത് ഭരണസമിതിക്കൊപ്പം ഹരിതകർമ്മസേന, NSS വളണ്ടിയർമാർ, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ എന്നിവരെല്ലാം ശുചീകരണ ദൗത്യത്തിൽ സജീവമായി രംഗത്തുണ്ട്. ഹരിതകർമ്മസേനയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക. വെള്ളം കയറിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് പല വീടുകളിലേക്കും പോകാൻ പറ്റുന്നില്ല. എന്നാൽ നമ്മൾ ഏകദേശം ഒരു 15ഓളം വീടുകൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിൽ വെള്ളം ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ടീം അംഗങ്ങൾ എത്തിയിട്ട് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള ക്ലീനിങ് പ്രോഗ്രാമിൽ നമ്മൾ പങ്കാളികളാവും. വലിയ പ്രതിസന്ധിയാണ് മുന്നിലുള്ളതെങ്കിലും ഒത്തൊരുമയുടെ കരുത്തിൽ റാന്നി പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. കച്ചവട സ്ഥാപനങ്ങളും ടൗണും വീണ്ടെടുത്ത് പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്താമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. അമൃത ന്യൂസ്, പത്തനംതിട്ട. മലപ്പുറത്ത് കനത്ത മഴയിൽ പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു. പാണക്കാട് ഇടയനാപ്പാലത്താണ് സംഭവം. തലനാരിഴക്കാണ് വൻ ദുരന്തം ഒഴിവായത്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായി. കനത്ത മഴയിൽ ഇന്ന് രാവിലെ 8 മണിയോടെയാണ് പാണക്കാടിനടുത്ത് എടൈപ്പാലം കരുവാക്കുണ്ടിൽ മലയിടിഞ്ഞു തുടങ്ങിയത്. 9 മണിയോടെ വലിയ മൺകൂനയായി മരങ്ങളും കല്ലുകളും റോഡിലേക്ക് ഒഴുകി. മണ്ണിടിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടയുടൻ ഗതാഗതം നിരോധിക്കുകയും ജനങ്ങളെ ഇരുവശങ്ങളിലേക്കും മാറ്റുകയും ചെയ്തതിനാൽ വൻ ദുരന്തം ഒഴിവാവുകയായിരുന്നു. മണ്ണിടിച്ചിൽ ചിത്രീകരിക്കുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. ഇതിനിടയിൽ കൈരളി ക്യാമറമാൻ ജയേഷ് വില്ലോടി ക്യാമറയും ഉപകരണങ്ങളുമായി ഒഴുകിയെത്തിയ മണ്ണിൽ അകപ്പെട്ടു. ജയേഷിന് നിസാര പരിക്കുകളേറ്റു. നേരത്തെയും പലതവണ ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മണ്ണൊക്കെ ഒന്നായിട്ട് വന്നിട്ടാണ്. പിന്നെ ലാസ്റ്റാണ് ഈ ഒന്നായിട്ട് ഇടിഞ്ഞു. ഇത് ഒരു 2018 ഒരു ഇടിച്ചിൽ ഇടിഞ്ഞാണ് അവിടെ. എന്നാൽ വെള്ളം കയറിയ ടൈമിൽ 2019 18 ഇല്ലാത്ത കാരണത്തിൽ അന്ന് റോഡൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് രക്ഷപ്പെടും. ഇന്ന് ആ ഒരു അപകടത്തിൽ പെടാത്ത ആൾക്കാരവിടെ നാട്ടുകാരെല്ലാം കൂടിയും വണ്ടിയെല്ലാം കൂടിയും തടഞ്ഞു നിർത്തി. അതുകൊണ്ടാണ് ആരും പെടാതെ നിന്നത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സംസ്ഥാന പാതയിലാണ് അപകടമുണ്ടായത്. നിലവിൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. സമീപവാസികളെ ക്യാമ്പിലേക്ക് മാറ്റി. മഴ കനത്താൽ വീണ്ടും മലയിടിയാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാന പാതയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല. NDRF സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. ആലപ്പുഴയിൽ മഴ ശക്തമായില്ല എങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവോടെ ദുരിതത്തിലാണ് ജില്ല. കിഴക്കൻ വെള്ളത്തിന്റെ വരവോടെ ചെങ്ങന്നൂരിൽ വിവിധയിടങ്ങളിൽ വെള്ളമുയർന്നതായാണ് ആശങ്ക. കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളമുയർന്നു തുടങ്ങിയെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ജില്ലയിൽ ഇന്ന് 30 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തനം ആരംഭിച്ചത്. കണ്ണൂരിന്റെ മലയോര മേഖലയിൽ കനത്ത മഴ. കർണാടകയോട് ചേർന്ന വനപ്രദേശങ്ങളിലും മലയോരത്തും മഴവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേരെ ഇന്നും കണ്ടെത്താനായില്ല. ജില്ലയിലെ 3 താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകിയിട്ടുണ്ട്. കണ്ണൂരിലെ ഇടനാട്ടിലും തീരപ്രദേശത്തും മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോര മേഖലയിൽ ദുരിതപ്പെയ്ത്ത് തുടരുകയാണ്. കർണാടക വനത്തിനുള്ളിൽ ഉരുൾപൊട്ടുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തനത്തിനിടെ കാണാതായ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി R. രാജേഷിനായി കാര്യങ്കോട് പുഴയിലും തേങ്ങ പിടിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട മണത്തണ സ്വദേശി ഹനീഫിനായി കാഞ്ഞിരപ്പുഴയിലും തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി തിരച്ചിൽ നടത്താനാണ് തീരുമാനം. കണ്ണൂരിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള പയ്യന്നൂർ, ഇരിട്ടി, തളിപ്പറമ്പ് എന്നീ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. വെള്ളക്കെട്ട് രൂക്ഷമായ ശ്രീകണ്ഠപുരം, ചെങ്ങളായി എന്നിവിടങ്ങളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ആശ്വാസമായി. പഴശ്ശി ഡാമിന്റെ ഷട്ടർ 16-ൽ 15-ഉം 5 മീറ്ററായി ഉയർത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക ഭീഷണി എന്നിവയെ തുടർന്ന് 13 ക്യാമ്പുകളിലായി 609 പേരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. അമൃത ന്യൂസ്, കണ്ണൂർ.
മഴക്കെടുതി നേരിടുന്നതിൽ വീഴ്ച പറ്റിയെന്ന ആരോപണം തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിവാദമായ ഹെലികോപ്റ്റർ യാത്രയിലും വിരുന്ന് സൽക്കാരത്തിലും വിശദീകരണം നൽകി. ഹെലികോപ്റ്റർ യാത്ര നടത്തിയത് സ്വകാര്യ ആവശ്യത്തിനല്ല, കൊച്ചിയിൽ നിക്ഷേപകരെ കാണാൻ എത്തിയതാണ്. അതേസമയം നിക്ഷേപകരുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ എന്നും കഴിഞ്ഞ പ്രളയകാലത്ത് മുൻ മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നു എന്നും പരിഹാസരൂപേണ മുഖ്യമന്ത്രി മറുപടി നൽകി. മിന്നൽ പ്രളയമാണ് സംസ്ഥാനത്തുണ്ടായതെന്ന് മഴക്കെടുതിയുടെ തീവ്രത വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുന്നറിയിപ്പുണ്ടായിരുന്ന ജൂലൈ 31-നും ഓഗസ്റ്റ് 1-നും കളക്ടർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും യോഗം ചേർന്ന് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുകയും വേണ്ടത്ര ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ അപ്രതീക്ഷിതമായി രാത്രിയോടുകൂടിയാണ് തീവ്ര മഴയുണ്ടായത്. മുന്നറിയിപ്പ് നൽകുന്നതിലോ ഏകോപനത്തിലോ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലവിൽ IMD നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. എൽനിനോ പ്രതിഭാസമുണ്ടാകുമ്പോൾ IMDയ്ക്കും പരിമിതിയുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മിന്നൽ പ്രളയം എന്ന് പറയുന്നത് പോലെയാണ് ഉണ്ടായിരിക്കുന്നത്. രാത്രി വൈകി വരെ ഒരു പ്രഡിക്ഷനും ഇല്ല, IMDയുടെ ഒരു പ്രഡിക്ഷനും ഇല്ല. രാത്രിയാണ് പെട്ടെന്ന് അതിതീവ്ര മഴയുണ്ടാവുന്നത്. അതിതീവ്ര മഴയുടെ ഏറ്റവും വലിയ സ്വഭാവം അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവാക്യുവേഷന് വേണ്ടി പോലുള്ള സ്ഥലം ഉണ്ടാവില്ല. വളരെ രാത്രി വൈകിട്ടാണ് ഈ മുന്നറിയിപ്പ് മെസ്സേജ് പോകുന്നത്. IMDയുടെ ഇതിൽ പോലും അത് പരിശോധിക്കാനുള്ള സംവിധാനമില്ല. മഴക്കെടുതിയിൽ നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ നടത്തിയ വിവാദമായ ഹെലികോപ്റ്റർ യാത്രയിലും വിരുന്ന് സൽക്കാരത്തിലും മുഖ്യമന്ത്രി വിശദീകരണം നൽകി. ഹീനമായ പ്രചാരണമാണ് തനിക്കെതിരെ നടത്തിയതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. പൊന്നാനിയിലേക്കുള്ള യാത്രക്കിടയിലും ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിരുന്നു. 3 മണിയായപ്പോഴാണ് ആഹാരം കഴിച്ചത്. തനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ എന്നും മുൻപ് പ്രളയസമയത്ത് പഴയ മുഖ്യമന്ത്രി നിരാഹാരം അനുഷ്ഠിച്ചിരുന്നോ എന്നും പരിഹാസം. അല്ലത് ഭക്ഷണം കഴിച്ചു തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്! എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ് ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്. സ്വകാര്യ സന്ദർശനത്തിനായി ഹെലികോപ്റ്റർ യാത്ര നടത്തിയില്ല എന്നും കൊച്ചിയിൽ നിക്ഷേപകരെ കാണാനാണെന്നും വിശദീകരണം. എന്നാൽ നിക്ഷേപകരുടെ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ല എന്നും വാദമുയർത്തി. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? അതിൻ്റെ അത് തീരുമാനം ഉണ്ടാകുമ്പോൾ നിങ്ങളോട് പറയാം. മനസ്സിലായി? ഞാൻ അവരെയും കൂടി വലിച്ചയച്ച് അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തല. മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകുകയും തീവ്രമഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാവിലെ കളക്ടർമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി മറ്റു വാർത്തകൾ നോക്കാം. ശ്രീജിത്തിനെ തിടുക്കപ്പെട്ട DGP ആക്കിയത് ക്രമവിരുദ്ധമെന്ന ഹൈക്കോടതിയുടെ വിമർശനം. വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ നൽകാൻ സമയം ചോദിച്ച സർക്കാർ അത് നൽകുന്നതിന് മുൻപേ സ്ഥാനക്കയറ്റം നൽകിയതിനാണ് കോടതിയുടെ പരാമർശം. റിപ്പോർട്ട് 10 ദിവസത്തിനകം ഫയൽ ചെയ്യാൻ കർശന നിർദ്ദേശം. കുറ്റാരോപണം നിലനിൽക്കുമ്പോൾ ശ്രീജിത്തിന് തിടുക്കപ്പെട്ട് സ്ഥാനക്കയറ്റം നൽകിയത് ക്രമവിരുദ്ധമാണെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. മുൻ സർക്കാരിന്റെ കാലത്ത് ബോഡി ബിൽഡർമാരായ 2 പേരെ ക്രമവിരുദ്ധമായി പോലീസ് സേനയിലെടുത്തത് അഴിമതിയാണെന്നാണ് ഹർജിക്കാരനായ KM ഷാജഹാന്റെ വാദം. അന്ന് ബറ്റാലിയന്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീജിത്ത്, DGP റാവാഡ ചന്ദ്രശേഖർ, മുൻ ചീഫ് സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് ഷാജഹാന്റെ ആരോപണം. പ്രോസിക്യൂഷൻ അനുമതി തേടി ഷാജഹാൻ നൽകിയ കത്തിന് സർക്കാർ മറുപടി നൽകിയില്ല. വിജിലൻസിന്റെ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടും പുറത്തുവിട്ടില്ല. എന്നിട്ടും ശ്രീജിത്തിന് ക്ലീൻ ചിറ്റ് നൽകി DGP ആയി സ്ഥാനക്കയറ്റം നൽകിയെന്നാണ് ഷാജഹാൻ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോൾ മറുപടി നൽകാൻ സർക്കാർ 2 ആഴ്ച സമയം ചോദിച്ചിരുന്നു. കോടതി സമയം അനുവദിച്ച് ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റിയ ഇടവേളയിൽ തന്നെ ശ്രീജിത്തിന് സ്ഥാനക്കയറ്റം നൽകിയ നടപടിയാണ് കോടതിയുടെ വിമർശനം ക്ഷണിച്ചു വരുത്തിയത്. വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതിന്റെ സാഹചര്യവും റിപ്പോർട്ടും 10 ദിവസത്തിനകം സമർപ്പിക്കാനാണ് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ കർശന നിർദ്ദേശം. അമൃത ന്യൂസ്, കൊച്ചി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് നടത്തി മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകർക്ക് കേരള ഹൈക്കോടതി കർശന വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസ് കൗസർ എടവകത്താണ് ജാമ്യം വിധിച്ചത്. 67 ദിവസമായി പ്രതികൾ ജയിലിൽ കഴിയുകയാണെന്നും പോലീസ് കസ്റ്റഡി ഉൾപ്പെടെയുള്ള അന്വേഷണ നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും കോടതി വിലയിരുത്തി. കഴിഞ്ഞ മെയ് 27-ന് തിരുവനന്തപുരത്തായിരുന്നു കേസിനാസ്പദമായ സംഭവം. CMR ലെക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പരിശോധന പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന ED ഉദ്യോഗസ്ഥരുടെ 3 ടാക്സി വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയാണ് അന്ന് CPM പ്രവർത്തകർ ആക്രമണം നടത്തിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംസ്ഥാന സർക്കാരും പ്രതികളുടെ ജാമ്യാപേക്ഷയെ കോടതിയിൽ ശക്തമായി എതിർത്തു. കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് വളരെ ഗൗരവമായ കുറ്റകൃത്യമാണെന്നും ജാമ്യം നൽകരുതെന്നും വാദിച്ചു. പരിക്കിൻ്റെ സ്വഭാവമല്ല, മറിച്ച് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിലെ ഉദ്ദേശ ലക്ഷ്യമാണ് പരിശോധിക്കേണ്ടതെന്ന് ED കോടതിയിൽ ചൂണ്ടിക്കാട്ടിയെങ്കിലും ദീർഘകാലമായി പ്രതികൾ ജയിലിൽ കഴിയുന്നത് കൂടി പരിഗണിച്ച് കോടതി ജാമ്യം നൽകുകയായിരുന്നു. ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യവും ആസൂത്രണവുമാണ് പ്രധാനമെന്നും
ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ പൂർണ്ണമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ED സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അന്വേഷണത്തിന് ആവശ്യമായ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആയുധങ്ങളൊന്നും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ലെന്ന കാര്യവും ഡ്രൈവർക്കുണ്ടായ നിസ്സാര പരിക്കല്ലാതെ ഉദ്യോഗസ്ഥർക്ക് മറ്റ് സാരമായ പരിക്കുകൾ ഏറ്റിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സംഭവം നടന്ന പ്രദേശത്തോ അതിൻ്റെ സബ് ഡിവിഷൻ പരിധിയിലോ പ്രതികൾ പ്രവേശിക്കരുതെന്ന കർശന ഉപാധിയിലാണ് കോടതി ജാമ്യം നൽകിയത്. മുൻപ് കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്ത പശ്ചാത്തലമില്ലാത്തവരാണ് പ്രതികളെന്നും കോടതി കണക്കിലെടുത്തു. ആക്രമണം അതീവ ഗുരുതരമാണെന്നും പ്രഥമദൃഷ്ട്യാ പ്രതികൾക്കെതിരെ തെളിവുണ്ടെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. കിരൺ PS, ജീവൻ, അനിൽകുമാർ, ശ്രീജിത്ത്, നിഷാദ്, സിദ്ധാർത്ഥസ്, ഷഫീഖ്, നന്ദു GR, രാഹുൽ രാജൻ ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷകളാണ് പരിഗണിച്ചത്. ചില പ്രതികളുടെ ഹർജികൾ അടുത്ത ദിവസത്തേക്ക് പരിഗണിക്കാനായി മാറ്റിവെച്ചിട്ടുണ്ട്. നേരത്തെ 25ാം പ്രതിയായ ഉണ്ണികൃഷ്ണന് പിതാവിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ദുബായിൽ ഈ വർഷത്തിന്റെ ആദ്യ 6 മാസത്തിനിടെ പൊതുഗതാഗത സംവിധാനങ്ങളും ഉപയോഗിച്ചത് 34,80,00,000-ലധികം യാത്രക്കാർ. ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പുറത്തുവിട്ട കണക്കുകളിലാണ് ഇത് പറയുന്നത്. പ്രതിദിനം ശരാശരി 19 ലക്ഷം പേർ പൊതുഗതാഗതം ഉപയോഗിച്ചതായി RTA ചെയർമാൻ മദർ അൽ തായർ അറിയിച്ചു. മെട്രോ, ട്രാം, ബസ്, മറൈൻ ഗതാഗതം, ടാക്സി, ബസ് ഓൺ ഡിമാൻഡ് ഉൾപ്പെടെയുള്ള എല്ലാ പൊതുഗതാഗത സേവനങ്ങളിലെയും യാത്രക്കാരെയാണ് ഈ കണക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സുസ്ഥിര ഗതാഗത രംഗത്ത് ദുബായ് ആഗോള മാതൃകയായി മാറുകയാണെന്നും താമസക്കാരും സന്ദർശകരും ദൈനംദിന യാത്രകൾക്ക് പൊതുഗതാഗതത്തെ പ്രധാനമായും ആശ്രയിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസഡർ പരിമിത ത്രിപാഠി കുവൈറ്റ് പ്രതിരോധ മന്ത്രി അബ്ദുള്ള അലി അബ്ദുള്ള അൽ സലേം അൽ സബ്യാഹുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഇന്ത്യ കുവൈറ്റ് പ്രതിരോധ സഹകരണ ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ മേഖലകളിലെ സഹകരണം കൂടുതൽ വിപുലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. പ്രതിരോധ പരിശീലനം, സൈനിക സഹകരണം, സംയുക്ത പ്രവർത്തനങ്ങൾ, സുരക്ഷാ മേഖലകളിലെ പരസ്പര സഹകരണം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇരുപക്ഷവും വീണ്ടും ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്ന് കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. സുരക്ഷ, പ്രതിരോധം, പ്രാദേശിക സ്ഥിരത, സൗഹൃദ ബന്ധങ്ങൾ എന്നിവയിൽ ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സുപ്രധാന നയതന്ത്ര നീക്കമായാണ് ഈ കൂടിക്കാഴ്ച വിലയിരുത്തപ്പെടുന്നത്. കുവൈറ്റിൽ ആരോഗ്യ മന്ത്രാലയത്തിലെ നഴ്സുമാരുടെയും പ്രസവ ശുശ്രൂഷകരുടെയും നഴ്സിംഗ് ടെക്നീഷ്യന്മാരുടെയും ശമ്പള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സ്വദേശി ജീവനക്കാർക്ക് പുറമെ പ്രവാസി ജീവനക്കാർക്കും ശമ്പള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് നഴ്സിംഗ് ജീവനക്കാരാണ് ആരോഗ്യ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്നത്. പ്രവാസി ജീവനക്കാരുടെ പുതുക്കിയ ആനുകൂല്യങ്ങൾ ഇപ്രകാരമാണ്. ഹെഡ് നഴ്സ്, ഹെഡ് മിഡ് വൈഫ്, കാറ്റഗറി A ബോണസ് 250 ദിനാർ, കാറ്റഗറി B 200 ദിനാർ, ജോബ് ലെവൽ ബോണസ് 115 ദിനാർ, കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസ് 50 ദിനാർ, ഓൺ കോൾ അലവൻസ് 100 ദിനാർ, സൂപ്പർവിഷൻ അലവൻസ് 80 ദിനാർ, ട്രെയിനിംഗ് ബോണസ് 80 ദിനാർ എന്നിങ്ങനെ ലഭിക്കും. സീനിയർ നേഴ്സിംഗ് സ്പെഷ്യലിസ്റ്റ് സീനിയർ മിഡ്വൈഫ് കാറ്റഗറി A വിഭാഗം 230 ദിനാർ, കാറ്റഗറി B വിഭാഗം 180 ദിനാർ എന്നിങ്ങനെയും ജോലിയുടെ സ്വഭാവ അലവൻസ് 115 ദിനാർ, കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസ് 50 ദിനാർ, ഓൺ കോൾ അലവൻസ് 100 ദിനാർ, സൂപ്പർവിഷൻ അലവൻസ് 70 ദിനാർ, ട്രെയിനിംഗ് ബോണസ് 70 ദിനാർ എന്നിങ്ങനെ ലഭിക്കും. നേഴ്സിംഗ് സ്പെഷ്യലിസ്റ്റ് മിഡ്വൈഫ് കാറ്റഗറി A വിഭാഗത്തിന് 210 ദിനാറും കാറ്റഗറി B വിഭാഗത്തിന് 160 ദിനാറും ജോലിയുടെ സ്വഭാവ അലവൻസായി 105 ദിനാറും ജീവിത ചെലവ് അലവൻസായി 50 ദിനാറും ഓൺ കോൾ അലവൻസ് 100 ദിനാർ, മേൽനോട്ട അലവൻസ് 60 ദിനാർ എന്നിങ്ങനെയും ലഭിക്കും. സീനിയർ നഴ്സ് സീനിയർ മിഡ്വൈഫ് കാറ്റഗറി A വിഭാഗത്തിന് 190 ദിനാർ, കാറ്റഗറി B വിഭാഗത്തിന് 140 ദിനാർ എന്നിങ്ങനെ ജോലിയുടെ സ്വഭാവ അലവൻസായി 105 ദിനാർ, ജീവിത ചെലവ് അലവൻസ് 50 ദിനാർ, ഓൺ കോൾ അലവൻസ് 100 ദിനാർ എന്നിങ്ങനെയും ലഭിക്കും. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ആരോഗ്യ മന്ത്രാലയം ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. ദുബായിലെ സ്വകാര്യ സ്കൂളുകളിലെ പ്രവേശനത്തിനുള്ള പ്രായപരിധി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. 2026-2027 അധ്യയന വർഷം മുതൽ പുതിയ പ്രായപരിധി മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വരും. പ്രവേശന വർഷത്തിലെ ഡിസംബർ 31 അടിസ്ഥാനമാക്കിയായിരിക്കും വിദ്യാർത്ഥികളുടെ പ്രായം കണക്കാക്കുക. പുതിയ മാനദണ്ഡ പ്രകാരം KG1-ൽ പ്രവേശിക്കാൻ ഡിസംബർ 31-നകം കുട്ടിക്ക് 4 വയസ്സ് പൂർത്തിയായിരിക്കണം. പ്രവേശന നടപടികൾ കൂടുതൽ ഏകീകരിക്കുന്നതിനും എല്ലാ സ്വകാര്യ സ്കൂളുകളിലും ഏകീകൃത പ്രായപരിധി ഉറപ്പാക്കുന്നതിനുമാണ് പുതിയ മാർഗനിർദ്ദേശമെന്ന് KSDA അറിയിച്ചു. പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികളെ ചേർക്കാൻ തയ്യാറെടുക്കുന്ന രക്ഷിതാക്കൾ പുതുക്കിയ പ്രായപരിധി മാനദണ്ഡങ്ങൾ കൃത്യമായി പരിശോധിക്കണമെന്നും
അധികൃതർ നിർദ്ദേശിച്ചു. സൗദിയിലെ ദമാമിൽ മയക്കുമരുന്ന് കടത്ത് പ്രതിയായ ഇന്ത്യക്കാരന് ഇന്ന് വധശിക്ഷ നടപ്പിലാക്കി. ഇക്കാര്യം സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് അറിയിച്ചത്. സൗദിയിലേക്ക് അതിമാരക രാസലഹരിയായ മെത്താഫെറ്റാമൈൻ കടത്തുന്നതിനിടെ അറസ്റ്റിലായ ലവ്ലി റാണയ്ക്കാണ് നിയമാനുസൃത നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇന്ന് ശിക്ഷ നടപ്പിലാക്കിയത്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമായി സൗദി അറേബ്യയുടെ നിർണായക നയതന്ത്ര നീക്കം. സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ ഇറാൻ, ഖത്തർ, ജോർദാൻ വിദേശകാര്യമന്ത്രിമാരുമായി ഫോണിൽ സംസാരിച്ചു ചർച്ചകൾ നടത്തി. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്താൻ സംയുക്തമായി മുന്നോട്ടു പോകാനും സമാധാന ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകാനും ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. അറേബ്യൻ ഗൾഫിലും ചെങ്കടലിലും നാവിക ഗതാഗത സുരക്ഷയും സ്വതന്ത്ര സമുദ്ര സഞ്ചാരവും പൂർണ്ണമായി ഉറപ്പുവരുത്തേണ്ടതിന്റെ അനിവാര്യതയും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. അറേബ്യൻ ഗൾഫിലും ചെങ്കടലിലും സ്വതന്ത്ര സമുദ്ര സഞ്ചാരവും നാവിക ഗതാഗത സുരക്ഷയും പൂർണ്ണമായും ഉറപ്പുവരുത്തേണ്ടതും ചർച്ചകളിൽ അത് പ്രധാന വിഷയമായും ഉയർന്നുവന്നു. മൂന്നാമത് അന്താരാഷ്ട്ര ആണവ ശാസ്ത്ര ഒളിമ്പ്യാഡിന് സൗദി അറേബ്യയിലെ ജിദ്ദ കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റിയിൽ തുടക്കമായി. 19 രാജ്യങ്ങളിൽ നിന്നുമായി 120ഓളം വിദ്യാർത്ഥികളും ശാസ്ത്ര വിദഗ്ധരും മാറ്റുരയ്ക്കുന്ന മേള സൗദിയുടെ ശാസ്ത്രീയ മുന്നേറ്റത്തിന് വലിയ കരുത്താകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി യൂസുഫ് അൽ ബുനിയാൻ പറഞ്ഞു. വിഷൻ 2030ന്റെ ഭാഗമായി പുതിയ തലമുറയിൽ ആണവ സാങ്കേതിക വിദ്യകളുടെ സമാധാനപരമായ ഉപയോഗത്തെക്കുറിച്ചുള്ള അറിവുകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. സൗദി വിദ്യാഭ്യാസ മന്ത്രാലയവും മൗഹിബ ഫൗണ്ടേഷനും സംയുക്തമായാണ് ആഗോള ശാസ്ത്ര മത്സരം സംഘടിപ്പിക്കുന്നത്. സൗദി അറേബ്യയിലേക്ക് പുതിയതായി വരുന്ന ഹൗസ് ഡ്രൈവർമാർക്ക് ഇനി മുതൽ തൊഴിൽ നൈപുണ്യ പരിശോധന നിർബന്ധമാക്കി. പദ്ധതിയുടെ ഭാഗമായി സ്വകാര്യ കാർ ഡ്രൈവർ തസ്തികയെ സ്കിൽ വെരിഫിക്കേഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയതായി മുംബൈയിലെ സൗദി കോൺസുലേറ്റ് അറിയിച്ചു. പുതിയ ഭേദഗതി നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് കോൺസുലേറ്റ് കൈമാറിയിട്ടുണ്ട്. സൗദിയുടെ നുസാനത്ത് പ്ലാറ്റ്ഫോം വഴിയുള്ള വിസ സ്റ്റാമ്പിംഗ് എൻഡോസ്മെന്റ് നടപടികൾ പൂർത്തിയാക്കണമെങ്കിൽ അപേക്ഷകർ തൊഴിൽ നൈപുണ്യ പരീക്ഷ വിജയിച്ചിരിക്കണം. വിസ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് അപേക്ഷകർ ഈ പരീക്ഷ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് റിക്രൂട്ടിംഗ് ഏജൻസികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. കുവൈറ്റിൽ വീടിന്റെ ഉടമസ്ഥ അവകാശ രേഖ ലഭിക്കുന്നതിനുള്ള നടപടികൾ ലളിതമാക്കുന്നതിനായി സർക്കാർ ആപ്ലിക്കേഷനായ സഹൽ ആപ്പിൽ പുതിയ ഡിജിറ്റൽ സേവനം ആരംഭിച്ചു. വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെട്ട തുക നിക്ഷേപിക്കൽ, ഏറ്റെടുക്കൽ, അപേക്ഷ, കെട്ടിട വിവരണ സർട്ടിഫിക്കറ്റ്, കരാർ ഒപ്പിടൽ, കരാർ ഔദ്യോഗികമായി രേഖപ്പെടുത്തൽ, അന്തിമ ഉടമസ്ഥ അവകാശ രേഖ നൽകൽ എന്നിവയുൾപ്പെടെ 6 സർക്കാർ നടപടികൾ ഒരൊറ്റ ഡിജിറ്റലിൽ പൂർത്തിയാക്കാം. പബ്ലിക് അതോറിറ്റി ഫോർ ഹൗസിംഗ് വെൽഫെയർ, നീതിന്യായ മന്ത്രാലയം, കുവൈറ്റ് മുനിസിപ്പാലിറ്റി, ബന്ധപ്പെട്ട ക്രെഡിറ്റ് സ്ഥാപനം എന്നിവയുടെ സഹകരണത്തോടെയാണ് സേവനം ആരംഭിച്ചത്. കുവൈറ്റിലെ നീതിന്യായ മന്ത്രാലയത്തിന് കീഴിലുള്ള ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പേർട്സിൽ 100% സ്വദേശീവൽക്കരണം പൂർത്തിയായി. മന്ത്രാലയത്തിന്റെ വികസന പദ്ധതികളുടെ ഭാഗമായി ഇന്നത്തോടെയാണ് ഈ ലക്ഷ്യം കൈവരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. എഞ്ചിനീയറിംഗ് വിദഗ്ധർ, അക്കൗണ്ടന്റ്മാർ, ലീഗൽ റിസർച്ചുമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ എക്സ്പെർട്ട് തസ്തികകളിലെയും വിദേശി ജീവനക്കാരെ ഒഴിവാക്കിയാണ് സ്വദേശീവൽക്കരണം പൂർത്തിയാക്കിയത്. വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് സ്വദേശി പ്രതിഭകളെ പൂർണ്ണമായും ആശ്രയിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെർട്സ് ആക്ടിംഗ് മേധാവി ഡോക്ടർ ഫവാസ് ബൗദി വ്യക്തമാക്കി. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ അനശ്വര ഗായകൻ മുഹമ്മദ് റാഫിയുടെ 46ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് റഫീഖി യാദേൻ എന്ന പേരിൽ ജിദ്ദയിൽ വെച്ച് ഗാന സന്ധ്യ സംഘടിപ്പിച്ചു. റിപ്പോർട്ടിലേക്ക്. മുഹമ്മദ് റഫിയുടെ 46ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ജിദ്ദ ബാഗ്ദാദിയ ഹൈപ്പർ അൽ വഫ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സൗദിയിലെ പ്രമുഖ ഗായകൻ ജമാൽ പാഷ മുഖ്യ ഗായകനായി മുഹമ്മദ് റഫിയുടെ എക്കാലത്തെ മികച്ച ഗാനങ്ങൾ ആലപിച്ചു. മാസിൻ ജമാൽ പാഷ, മുഹമ്മദ് റാഫി, മുബാറക് ഗുസൽ, മൻസൂർ നിലമ്പൂർ തുടങ്ങിയവരും മുഹമ്മദ് റഫിയുടെ ഗാനങ്ങൾ ആലപിച്ച് സദസ്സിന്റെ പ്രശംസ ഏറ്റുവാങ്ങി. आज
സബീന റാഫി, അഫ്സൽ സബീൻ എന്നിവർ അവതാരകരായിരുന്നു. ഹസീന ജമാൽ, നവാസ് ഭീമാപ്പള്ളി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സുൽഫിഖറുദായ്, അമൃത ന്യൂസ്, ജിദ്ദ. റിയാദിലെ കേളി കലാ സാംസ്കാരിക വേദി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അൽ കർഷ് ഏരിയ സംഘടിപ്പിച്ച മൂന്നാമത് ഏകദിന ഫുട്ബോൾ ടൂർണമെന്റായ കേളി സോക്കർ 3 2026 അൽ കർഷ് ആലിയ ഗ്രൗണ്ടിൽ ആവേശകരമായ മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. കേളി രക്ഷാധികാരി സെക്രട്ടറി KPM സാദിഖ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ആവേശകരമായ ഫൈനലിൽ അൽ കർഷ് സോഫ ഗ്രൂപ്പ് എതിരില്ലാത്ത ഒരു ഗോളിന് ഖരിയ ബ്രോസ്റ്റഡ് അൽ കർഷ് ടൗൺ KMCCയെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരായി. ഷെറീഫ്, സമദ്, റാസിഖ് എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. ഏരിയ പ്രസിഡന്റ് രാമകൃഷ്ണൻ കൂവോട് അധ്യക്ഷത വഹിച്ചു. ഷബി അബ്ദുൾ സലാം സ്വാഗതവും ജ്യോതിലാൽ നന്ദിയും രേഖപ്പെടുത്തി. ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് KA രതീഷ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD-ആയ രതീഷ് കശുവണ്ടി അഴിമതി കേസിൽ 1-ാം പ്രതിയാണ്. രതീഷിനോട് ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് വിവരം. പ്രതിസന്ധികളെ നിയമപരമായി നേരിടുമെന്ന് KA രതീഷ് പറഞ്ഞു. ബോർഡ് സെക്രട്ടറി, റൂട്രോണിക്സ് MD സ്ഥാനങ്ങളിലാണ് KA രതീഷ് രാജിവെച്ചത്. രാജിവെക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പ്രോസിക്യൂഷൻ നടപടികൾ നേരിടാനിരിക്കെയാണ് രാജി. പ്രോസിക്യൂഷൻ നടപടികൾ നേരിടുന്ന വ്യക്തി ഉന്നത സ്ഥാനത്ത് തുടരുന്നതിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്നും INTUC പ്രസിഡന്റ് ചന്ദ്രശേഖറിനെതിരായ നീക്കമാണ് ഇത് എന്നും KA രതീഷ് പറഞ്ഞു. നിയമവ്യവസ്ഥയിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ശരി, അതിനെ ഞാൻ നിയമപരമായി തന്നെ നേരിടും. INTUC പ്രസിഡന്റായിട്ടുള്ള ചന്ദ്രശേഖരൻ സാറിനെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന പണിയാണ്. അതിന് സ്പോൺസർ ചെയ്യാൻ സംഘടനയിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ എതിരാളികളുണ്ട്. രതീഷ് കശുവണ്ടി വികസന കോർപ്പറേഷൻ MD ആയിരിക്കെ കശുവണ്ടി ഇറക്കിയതിലൂടെ ഖജനാവിന് 600 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് CBIയുടെ കണ്ടെത്തൽ. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിലാണ് അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതിയെന്ന ആരോപണമുയർന്നത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കേസ് CBI അന്വേഷണത്തിലേക്ക് എത്തിയത്. കേസിൽ പ്രതികളായ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനും KA രതീഷിനുമെതിരെ CBI അഴിമതി നിരോധന നിയമം ചുമത്തിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലെ നെയ് വിതരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി മിൽമ ചെയർമാൻ KS മണി. ശബരിമലയിൽ നൽകിയ നെയ്യ് ഉൽപ്പന്നങ്ങളിൽ യാതൊരുവിധ കൃത്രിമവും നടത്തിയിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന അന്വേഷണവുമായി സഹകരിക്കും. വിവാദം ബ്രാൻഡിന് വലിയ ദോഷമുണ്ടാക്കിയെന്നും KS മണി പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. CJP സമരത്തിലെ പോലീസ് നടപടി, അയോധ്യ സംഭാവന, ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചതോടെ ലോക്സഭയും രാജ്യസഭയും ഇന്നും തടസ്സപ്പെട്ടു. പാർലമെന്റ് തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ സ്പീക്കർ ഓം ബിർള വിമർശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.